നാട്ടിൽ ഏറ്റവും ഉറ്റ ചങ്ങാതിമാരായ രണ്ട് സുഹൃത്തുക്കൾ ജീവിച്ചിരുന്നു. എന്നാൽ അവരുടെ രണ്ടുപേരുടെയും ചിന്താഗതികളും സംസാര ശൈലികളും വ്യത്യസ്തമായിരുന്നു. ഒരാള് തൻ്റെ നാട്ടിലുള്ളവരെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, അവൻ്റെ ചിന്താഗതികളിലൂടെ സംസാരത്തിലൂടെ കടന്നു വരികയാണെങ്കിൽ, അവരെ എല്ലാവരെയും കുറ്റവാളികളാക്കുന്ന, അവരുടെ തിന്മകൾ മാത്രം, അവരുടെ മോശത്തരങ്ങൾ മാത്രം കണ്ടെത്തി സംസാരിക്കുന്ന ഒരു ശൈലി, അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരു ശൈലിയുള്ള ആൾ. എത്ര വലിയ നന്മയുള്ള ആളാണെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ തിന്മ കണ്ടെത്തി അദ്ദേഹത്തിനെ മോശമാക്കുന്ന ഒരു ശൈലിയുള്ള സംസാരം. മറ്റേ ആളാണെങ്കിലോ ഒരുപാട് ഫലിതങ്ങളും ചിന്താഗതികളും ഒരുപാട് നന്മയായ വശങ്ങളും മാത്രം സംസാരിക്കുന്നവർ. ആ നാട്ടിലുള്ള എത്ര മോശക്കാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മറുവശത്തുള്ള ഏതെങ്കിലും ഒരു ചെറു നന്മ കണ്ടെത്തി അതിൻ്റെ പേരിൽ പ്രോത്സാഹിപ്പിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു സംസാര ശൈലിയുള്ള. അങ്ങനെയാകണം ഒരു ശില്പിയുടെ കയ്യിൽ കിട്ടിയ ശില പോലെയാകണം മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളും സംസാരങ്ങളും. അവർ നമ്മുടെ സംസാരത്തിലൂടെ ചിന്താഗതികളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ഒരുപാട് നന്മകളും അപാരമായ സൗന്ദര്യവും നമ്മുടെ വാക്കിലൂടെ പ്രകടമാകേണ്ടതുണ്ട്. ഇവിടെ ആരും പൂർണ്ണരല്ല. പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം. ആ ജീവിതത്തിനിടയിൽ ഒരുപാട് നന്മകൾ നമ്മുടെ നെഞ്ചിലേറ്റാൻ സാധ്യമാകേണ്ടതുണ്ട്. എല്ലാവരിലും നന്മകൾ കണ്ടെത്തി ആ നന്മകളെ പ്രശംസിച്ച് പുകഴ്ത്തി അവരെ നമ്മുടെ നാവിലൂടെ വലിയ സൗന്ദര്യമുള്ള നന്മകളുള്ളവരായി പ്രകടിപ്പിക്കേണ്ടത്, ആ ഒരു രീതിയിൽ ജീവിതം നയിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്.